ക്രിക്കറ്റിനു വേണ്ടി സുനിൽ ജോഷിയെക്കാളും ത്യാഗം സഹിക്കാൻ തയ്യാറായവർ വളരെ കുറച്ചേ കാണുകയുള്ളൂ എന്ന് നിശ്ചയമായും പറയാം. താമസ സ്ഥലത്ത് നിന്നും വെളുപ്പിന് എല്ലാ ദിവസവും രാവിലെ ഒരു 3:30 അദ്ദേഹം എഴുന്നേൽക്കുന്നു. 4 മണിക്കുള്ള ട്രെയിനിൽ കയറിക്കൊണ്ട് 6 മണിക്ക് ഹൂബ്ലിയിൽ എത്തുന്നു. അവിടെ നിന്നും പ്രാക്ടീസ് ചെയ്തുകൊണ്ട് 64 കിലോമീറ്റർ യാത്ര ചെയ്ത് തിരികെ സ്കൂളിൽ വരുന്ന ഒരു സാഹസിക കഥയുണ്ട് സുനിൽ ജോഷിയുടെ തുടക്കകാലത്തെ ജീവിതത്തിന് പറയാൻ. 1-2 വർഷമല്ല, 10-ലധികം വർഷങ്ങളാണ് ജോഷി ഈ ഒരു പതിവ് യാത്ര ചെയ്തിരുന്നത്. പ്രാക്ടീസിന് മാത്രമായി സുനിൽ ജോഷി താണ്ടുന്ന 64-64 128 കിലോമീറ്ററുകൾ. 1995-96 രഞ്ജി സീസണാണ് ജോഷിക്ക് ഒരു വഴിത്തിരിവ് നൽകിയത്. ആ സീസണിൽ 52 വിക്കറ്റുകൾ പിഴുത ജോഷി 66 എന്ന ശരാശരിയിൽ 529 റൺസും നേടുകയുണ്ടായി. ആ ഒരു ഇരട്ട നേട്ടം കൈവരിച്ച ആ സീസണിലെ ഒരേ ഒരു താരമായി മാറി സുനിൽ ജോഷി. അതോടെ 1996 ഇംഗ്ലണ്ട് ടൂറിലേക്കുള്ള ഇന്ത്യൻ ടീമിലേക്ക് സുനിൽ ജോഷിക്ക് വിളിയെത്തുന്നു. ടെസ്റ്റിൽ വേണ്ടത്ര ശോഭിക്കാനായില്ലെങ്കിലും ഏകദിന ക്രിക്കറ്റിൽ ആദ്യ മത്സരങ്ങളിൽ ജോഷി നല്ല സ്ഥിരത പുലർത്തിയിരുന്നു. സിംബാബ്വെക്കെതിരെ അരങ്ങേറിയ ഏകദിനത്തിൽ വളരെ മികച്ച രീതിയിൽ പന്തെറിഞ്ഞ ജോഷി 10 ഓവറിൽ 38 റൺസ് മാത്രം വഴങ്ങിക്കൊണ്ട് 2 വിക്കറ്റ് എടുക്കുകയുണ്ടായി. അതിനുശേഷം രണ്ടാം ഏകദിനത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യ 89 റൺസിന് 6 വിക്കറ്റ് എന്ന നിലയിൽ തകർന്നപ്പോൾ 8-മനായി ക്രീസിലെത്തിയ സുനിൽ ജോഷി 7-മനായി ഇറങ്ങിയ സൗരവ് ഗാംഗുലിക്കൊപ്പം ചേർന്നുകൊണ്ട് 100 റൺസ് കൂട്ടിച്ചേർക്കുകയുണ്ടായി. ആ സമയത്ത് ഒരു വലിയ നാണക്കേടിൽ നിന്നും അന്ന് കരകയറ്റുകയുണ്ടായി സുനിൽ ജോഷി. 67 പന്തിൽ 48 റൺസാണ് അന്ന് സുനിൽ ജോഷി അടിച്ചത്. അതിനൊപ്പം തന്നെ 9 ഓവറിൽ 23 റൺസ് മാത്രം വഴങ്ങിക്കൊണ്ട് മാർക്കോ, റിക്കി പോണ്ടിംഗ് എന്നിവരുടെ നിർണായക വിക്കറ്റുകളും അന്ന് സുനിൽ ജോഷി വീഴ്ത്തുകയുണ്ടായി. കളി അന്ന് ഇന്ത്യ തോറ്റുവെങ്കിലും പാറ്റ് സിങ്കോക്സിനെ പോലെ, മൈക്കൽ ബെവനെ പോലെ ഒരു ഓൾറൗണ്ടറെ ഇന്ത്യക്ക് കിട്ടി എന്നായിരുന്നു അന്ന് ആരാധകർ അടക്കം പറഞ്ഞിരുന്നത്. 99 ലോകകപ്പിനുള്ള സ്ക്വാഡിൽ അവസാന നിമിഷം സുനിൽ ജോഷിക്ക് പകരം നിഖിൽ ചോപ്രയെയാണ് സെലക്ടർമാർ പ്രിഫർ ചെയ്തത്. ചോപ്രയേക്കാൾ നന്നായി ജോഷി പന്തെറിഞ്ഞിരുന്നു എങ്കിലും ആ ഒരു നിരാശ അദ്ദേഹം മാറ്റിയത് ചരിത്രമായ സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ ഞാൻ നേരത്തെ ഇൻട്രോയിൽ പറഞ്ഞ ആ ഒരു മത്സരത്തിലെ മാന്ത്രിക പന്തുകൾ എറിഞ്ഞിട്ടായിരുന്നു. ജോഷിയെ സംബന്ധിച്ചിടത്തോളം കരിയറിലെ ഏറ്റവും മികച്ച വർഷമായിരുന്നു 1999.